ഇന്നെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദേഷ്യ. ഏത് മുഅ്മിനീങ്ങളാണോ മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം, എന്നിട്ട് ചിലര് പറയും അതിന്റെ ഒരു സൂക്കേടായി പോയി, അതിന്റെ ഒരു പ്രകൃത ഇങ്ങനെയായി പോയി. അല്ല, അത് മനുഷ്യൻ സ്വയം സൃഷ്ടിച്ചെടുക്കുന്നതാ. ഒരിക്കലും ഒരാളുടെ ഹൃദയത്തിൽ അമിത ദേഷ്യം കൊടുത്ത് അവനെ ഒരു ദേഷ്യക്കാരനായി അള്ളാഹ് സൃഷ്ടിക്കൂല. ഓരോ വിഷയത്തിലും നമ്മൾ എടുക്കുന്ന കാര്യങ്ങളാ നമ്മളെ ആ രീതിയിൽ മാറ്റുന്നത്. ഉദാഹരണമായി, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാതിൽ തുറന്ന ഉടനെ ടീപ്പോയ്മയിലുള്ള ഒരു ഗ്ലാസ് നമ്മളെ കൈകൊണ്ട് തട്ടി വീണു. അതെന്റെ കൈകൊണ്ടാ വീണതെങ്കിൽ ഞാൻ ഉടനെ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ആരാ ഈ ഗ്ലാസ് ഇവിടെ കൊണ്ടുവച്ച്? ഇരിക്കുന്നിടത്താണോ ഗ്ലാസ് കൊണ്ടക്കല് എന്ന് ചോദിക്കും വളരെ മാർദ്ദവത്തിൽ. കാരണം തെറ്റെന്റേതാ, ഞാൻ കോപിക്കുകയില്ല. ശരി, ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മക്കളോടാണ് ആ ഗ്ലാസ് തട്ടി വീണതെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയോടാണ് തട്ടി വീണതെങ്കിൽ എന്റെ ശൈലി മാറും. ഉടനെ എന്റെ ചോദ്യം, എന്തടേ എന്റെ മുഖത്ത് കണ്ണില്ലേ? എന്തടോ എന്റെ മുഖത്ത് കണ്ണില്ലേ? കണ്ണെന്തിനാ പടച്ചോൻ തന്നത് എന്ന് ചോദിക്കുന്ന ഒരു കോപാകുലനായി മാറും. അതിനർത്ഥം കോപം മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റുന്നതാ. അതിനെ സൂക്കേടേറ്റ് കൂട്ടിക്കെട്ടരുത്. അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ കൽപ്പന വന്നതും വൽ ഖാളിമീനൽ ഗൈള, അവർ കോപം നിയന്ത്രിക്കുന്നവരായിരിക്കും. ഇന്നെല്ലാ മനുഷ്യന്റെ മോശപ്പെട്ട സ്വഭാവത്തിന്റെയും കാരണം കോപമാ. അവന്റെ അസൂയ, അവന്റെ കുശുമ്പ്. എന്തിന്? അവൻ സംസാരിക്കുന്ന സംസാരത്തിൽ പരദൂഷണവും കുതന്ത്രങ്ങളും കുത്തുവാക്കും. ഇതൊക്കെ വരാനുള്ള കാരണം എന്താ? ദേഷ്യം, പക. ഓനെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവരോട് എനിക്ക് താല്പര്യമല്ല. ആ പകയാണ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ ഒന്നാകെ മലിനമാക്കി കളയുന്നതെങ്കിൽ അള്ളാഹു പറയുന്നു, ഏറ്റവും നല്ല സ്വഭാവമായി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ സ്വയം അള്ളാഹുവിന്റെ മുൻപിൽ തുറന്നു പറയേണ്ടത്, എനിക്കങ്ങനെ പക വെച്ച് പെരുമാറുന്ന ഒരു സ്വഭാവമല്ല റബ്ബേ, എനിക്കങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്ന ഒരു സ്വഭാവമല്ല റബ്ബേ. ചില കുടുംബത്തിലൊക്കെ ചിലർ പറയാറില്ലേ, ആളൊക്കെ നല്ല പിയ്യാപ്പിളയാ, പെട്ടെന്ന് ചൂടാവും, വേഗം ദേഷ്യം പിടിക്കും, ദേഷ്യം പിടിച്ചാ പിന്നെ മൂക്കും കണ്ണുണ്ടാവൂല. അതിനർത്ഥം ഏറ്റവും മോശക്കാരെന്ന, അല്ലാണ്ട് വലിയ മുത്തക്കീന്നല്ല. എല്ലാ തഖ്വയും ജീവിതത്തിൽ ഉറച്ചു വന്നൊന്നല്ല. ഈ ഒരൊറ്റ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മതി നരകം കിട്ടാൻ. ഒരു സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, നബിയെ ഔസിനി ബിൽ ജന്ന, എനിക്ക് സ്വർഗം കിട്ടാൻ നിങ്ങൾ ഇനിയൊന്ന് ഉപദേശിക്ക്. ലാ തഗ്ളബ്, കോപിക്കരുത്. വീണ്ടും ചോദിച്ചു, പിന്നെയോ? ലാ തഗ്ളബ്, കോപിക്കരുത്. 3 തവണ തിരുദൂതൻ ആവർത്തിച്ചപ്പോ ആ സ്വഹാബത്ത് ഒരുമിച്ച് പറയുന്നുണ്ട്, അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഒരു മനുഷ്യന്റെ എല്ലാ സ്വഭാവക്കേടിനും കാരണം മനസ്സിന്റെ കോപമാ, ആ മനസ്സിന്റെ വെറുപ്പും ദേഷ്യവുമാ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദുസ്വഭാവങ്ങൾക്കും കാരണമാകുന്ന ദേഷ്യം, പക, അത് ഹൃദയത്തിൽ നിന്നും നീക്കിക്കളയുന്നവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കൂ. റമളാനിനെ പരിചയപ്പെടുത്തിയപ്പോഴും അള്ളാഹു പറഞ്ഞു, മോശപ്പെട്ട വാക്കിന്റെ പരിചയാണ് റമളാൻ. അസ്യാമു ജുന്നത്തുൻ, മോശപ്പെട്ട കാഴ്ചയുടെ പരിചയാണ് റമളാൻ. മോശപ്പെട്ട പ്രയോഗത്തിന്റെ പരിചയാണ് റമളാൻ. അങ്ങനെ ഒരു പരിച നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ കൊണ്ടു നടക്കാൻ ഈ ഒരൊറ്റ റമളാനിന്റെ ചൈതന്യം സഹായിക്കും. അത് സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ഹൃദയത്തിൽ നിന്നും ആ ദുസ്വഭാവം നീങ്ങിയിട്ടില്ല എന്ന. മൂന്നാമതായി വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ചയോടെ പെരുമാറുന്നവനായിരിക്കും. ഏത് വിഷയത്തിലും എനിക്ക് ജയിക്കണം എന്നല്ല, നാളെ അള്ളാഹുവിന്റെ മുൻപിൽ എനിക്ക് ജയിക്കണം എന്നൊരു മാനസികാവസ്ഥ. ദുനിയാവിൽ ആരെന്നെ തോൽപ്പിച്ചോട്ടെ, അത് നൈമിഷികമാ. എന്നെ തോൽപ്പിച്ചവരാരും എന്നെ തോൽപ്പിച്ചതിന്റെ പേരിൽ ഈ ലോകത്ത് ശാശ്വതരായി വസിക്കുന്നില്ല. ഏത് സെക്കൻഡും ഞാൻ മടങ്ങുന്നത് പോലെ അവനും മടങ്ങും. ഒരുപക്ഷെ എന്നെ തോൽപ്പിച്ചവനായിരിക്കും എന്നേക്കാൾ മുൻപേ മടങ്ങുക. അതുകൊണ്ട് തന്നെ മടങ്ങുന്നതിന്റെ മുൻപ് വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് പൊരുത്തപ്പെട്ടു കൊടുക്കണം. കാരണം ആഖിറത്തിൽ പൊരുത്തം വാങ്ങലില്ല, ആഖിറത്തിൽ വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ടാ മദീന പള്ളിയിലിരിക്കുന്ന സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, ഒരാൾ കുടുംബബന്ധം മുറിക്കുകയും തമ്മിൽ അലോഗ്യപ്പെട്ട് മരിച്ചു പോകുകയും ചെയ്താൽ ആ മരിച്ചവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലാ ആ പാപം നീങ്ങിക്കിട്ടുക? റസൂലുള്ളാഹിന്റെ തിരിച്ചുള്ള മറുപടി, ഒരാൾ നോമ്പ് കടമാക്കി അത് ഫിദിയ കൊടുത്താൽ നീങ്ങിക്കിട്ടും. ഒരാൾ നേർച്ച ചെയ്തു അതിന്റെ ഫിദിയ കൊടുത്താൽ നീങ്ങിക്കിട്ടും. ഒരാള് പരിശുദ്ധ കാബാലയത്തിങ്കിലേക്ക് പോകണമെന്ന് വിചാരിച്ചു, മക്കൾ ചെയ്തൊടുത്ത അതിന്റെ കൂലി കിട്ടും. പക്ഷേ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ മനസ്സിന്റെ പകയും വെറുപ്പും വെച്ചിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവന്റെ മക്കള് പള്ളിയിലെ വാപ്പാന്റെ മയ്യത്തിൽ നിന്ന് തലക്കും ഭാഗത്ത് നിന്ന്
ഇതേ മൈക്കിലൂടെ ഉപ്പാക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ, ഉമ്മാന്റെ കബറ് വിശാലാവാൻ പൊരുത്തപ്പെടണേ എന്ന് ചോദിച്ചാൽ കിട്ടില്ലെന്ന് പഠിപ്പിച്ചു അള്ളാന്റെ ഹബീബ്. ലാ യമീന ഫീ ഖത്തിഅത്തു റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവന് പ്രാശ്ചിത്തമില്ല. ആര് ചോദിച്ചാലും അത് കിട്ടൂല. വാപ്പാന്റെ പേരിൽ ഒരു പള്ളി എടുത്തു കൊടുത്താലും വാപ്പാക്ക് കിട്ടൂല. ഉമ്മാന്റെ പേരിൽ ഒരു 100 ഹജ്ജ് ചെയ്താലും ഉമ്മാക്കത് കബറിലേക്ക് നീങ്ങി കിട്ടൂല. സഹാബത്ത് ചോദിച്ചു, നബിയെ അപ്പൊ എന്ത് ചെയ്യും? പുഞ്ചിരിയോടെ റസൂലുള്ളാന്റെ മറുപടി, പൊരുത്തം വാങ്ങലും പൊരുത്തപ്പെടിക്കലൊക്കെ അള്ളാന്റെ ദുനിയാവിലേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആഖിറത്തിൽ ചോദിച്ചാലോ നബിയെ? റബ്ബിന്റെ മഹ്ശറയിൽ തമ്മിൽ കാണുമ്പോൾ ചോദിച്ചാലോ? അത് കേട്ട തിരുദൂതന്റെ കണ്ണ് നിറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമറേ, അന്ന് നഫ്സി നഫ്സിയായിരിക്കും. ഒരാൾക്കും മറ്റൊരാളെ നോക്കാനുള്ള കെൽപ്പുണ്ടാവൂല. കാക്കന്മാർക്ക് അനിയന്മാരെയോ, ആങ്ങളാർക്ക് പങ്ങളെയോ, ഭാര്യക്ക് ഭർത്താവിനെയോ, വല്യപ്പാക്ക് വല്യമ്മാനെയോ ഇതൊന്നും നോക്കാനുള്ള കഴിവുണ്ടാവൂല ഉമറേ. നഫ്സി നഫ്സിയായിരിക്കും. ഒറ്റക്കൊറ്റക്ക് ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന അന്ന് അള്ളാന്റെ മഹ്ശറയിൽ ഒരാളെ മുഖത്തേക്ക് പോലും നോക്കാൻ കെൽപ്പില്ലാത്ത റബ്ബിന്റെ മഹ്ശറയിൽ എങ്ങനെയാ ഉമറേ അള്ളാന്റെ ദുനിയാവ് ചെയ്തതിന്റെ പൊരുത്തം വാങ്ങുക? എങ്ങനെയാ അവന്റെ കൈ പിടിക്കുക? എങ്ങനെയാ അവന്റെ മനസ്സ് വേദനിച്ചതിന് മാപ്പ് പറയാ? അതുകൊണ്ട് ഉമറേ, ചോദിക്കേണ്ടതും തിരുത്തേണ്ടതും അള്ളാന്റെ ദുനിയാവില. വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് പൊരുത്തപ്പെട്ടു കൊടുക്കണം. കാരണം വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അവരാ ഏറ്റവും നല്ല സ്വഭാവക്കാര്, അവരാ ഏറ്റവും നല്ല സ്വഭാവക്കാര്. ഇന്ന് ഞാൻ പറയാറുണ്ട്, പള്ളിയിൽ 5 വക്തിനും വരും കുടുംബക്കാരായിട്ട് പണക്ക, പള്ളിയിൽ എല്ലാ തറാവിക്കും വരും. നാവ് മറ്റൊരാളെ പച്ചയിറച്ചി തിന്നുന്നതിൽ വലിയ യഥേഷ്ട ഉപയോഗിക്കുന്നവനാ. എല്ലാ നാട്ടിലെ സജീവ പ്രവർത്തനത്തിലും ഉണ്ടാകും. പക്ഷേ എല്ലാ കുത്തിത്തിരിപ്പിനും ഫസാദിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നിടത്തും അയാൾ ഉണ്ടാകും. അതിന്റെ അർത്ഥം മനുഷ്യന്റെ പ്രകടനപരത കൊണ്ട് നാട്ടുകാർ വില തരും, പടച്ചോൻ തരൂല. അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോ അള്ള ഏറെ അപമാനിക്കുകയും ചെയ്യും. മുഹ്സിനുകളായ ആളുകളാകണം. വീണ്ടും റബ്ബ് ഓർമ്മപ്പെടുത്തി, അതോടൊപ്പം വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ലമു അൻഫുസകും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, നിങ്ങൾ സ്വന്തത്തോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടെന്നുണ്ട് കരുതുക, അന്യായമായ പാപങ്ങളോ തെറ്റുകളോ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, ഔ ലമു അൻഫുസഹും, സ്വന്തത്തോട് ആരും അറിയാതെ സ്വന്തം മനസാക്ഷിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ, ദക്കറുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ ഓർത്തുകൊണ്ടേയിരിക്കണം. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ആ പാപം റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയും ചെയ്യണം. അഥവാ ചെയ്തു പോയ തെറ്റ് മനസ്സിലൊരു ബേജാറുണ്ടാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ്നോട് തുറന്നു പറയാൻ പറ്റുന്ന മാസമാ റമദാൻ. 2 കരങ്ങളും അള്ളാഹ്ക്ക് നേരെ നീട്ടി, അബദ്ധം പറ്റിയിട്ടുണ്ട് റബ്ബേ, ഞാൻ തോന്നിയാസത്ത് പെട്ടുപോയിട്ടുണ്ട് റബ്ബേ, ശരീരം നശിപ്പിക്കുന്ന മാരക ലഹരിയിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട് റബ്ബേ, മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുണ്ട് റബ്ബേ, അവരെന്റേത് കുത്തിപ്പറച്ചിട്ടുണ്ട് റബ്ബേ, കട്ടെടുത്തിട്ടുണ്ട് റബ്ബേ. ഇങ്ങനെ ചെറുതും വലുതുമായ ഏതൊക്കെ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ അതെല്ലാം റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറയുക. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു അവന് സ്വർഗം കൊടുക്കുന്ന, അങ്ങനെ ഒരു ഹൃദയത്തിന്റെ നന്മയുണ്ടെങ്കിൽ അള്ളാഹു അവനെ കാത്തിരിക്കുമെന്ന ആ ഒരു മനസ്സിന്റെ ചിന്തയോടുകൂടി വരാനിരിക്കുന്ന ദിനങ്ങളെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് സാധിക്കണം. ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ, കുറെ നോമ്പുറക്ക് പോകണം, കുറെ പള്ളിയിൽ കരിച്ചോം പൊരിച്ചോം തിന്നണം, രാത്രി റോട്ടുമലേക്ക് ഇറങ്ങണം, രാവ് പകലാക്കണം, അല്ലെങ്കിൽ വളരെ ആർഭാടത്തോടെ ഉല്ലസിച്ചുകൊണ്ട് ഈ റമദാൻ അങ്ങോട്ട് സ്വീകരിക്കണം എന്നൊന്നും അല്ല ലക്ഷ്യം വെക്കേണ്ടത്. ഓരോ ദിനം കഴിഞ്ഞു പോകുമ്പോഴും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർള്, എനിക്കിന്റെ പടച്ചോന്റെ സ്വർഗം ഉറപ്പിക്കണം, നിന്റെ കുറ്റങ്ങളൊക്കെ അള്ള പൊരുത്തപ്പെടുന്ന കോലത്തിലും ആവണം. ആ 2 ലക്ഷ്യം ഉണ്ടെങ്കിൽ, ഈ യോഗ്യതയും ഉണ്ടെങ്കിൽ ഈ റമദാൻ ആയുസ്സിലെ വലിയൊരു സമ്പാദ്യമായിരിക്കും. അല്ലെങ്കിൽ ഉള്ള സമ്പാദ്യമൊക്കെ റമദാൻ കൊണ്ട് പോവുകയും ചെയ്യും, ഒരു ഗുണവും നമുക്ക് കിട്ടാനും പോകുന്നില്ല. ഇതിലേത് വേണമെന്ന് ഓരോ മുഅ്മിനീങ്ങളും സ്വന്തത്തോട് ചോദിച്ച് കുടുംബത്തെ ഒരുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു റമദാനായി ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.